1 കപ്പ് റവ കൊണ്ടാണ് നമ്മൾ ഈ ബൺദോശ ഉണ്ടാക്കുന്നത്. അതും പൊങ്ങാനോ ഒന്നും വെക്കണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും ഡിന്നറായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അതുപോലെയാണ് നമ്മൾ ഈ ബൺദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. നിറയെ ഫില്ലിങ്ങോട് കൂടിയ ഈ ബൺദോശ അകത്ത് നല്ല ഇതുപോലെ നല്ല ആരെടുത്ത ബൺദോശയാണ്. പിന്നെ വളരെ സോഫ്റ്റാണ് ഈ പലഹാരം. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ പൊട്ടിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ, വളരെ സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മളിത് 1 കപ്പ് കൊണ്ട് എനിക്ക് 3 ബൺദോശയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് റവയും 1/2 കപ്പ് തേങ്ങയും അതേപോലെ 1/2 കപ്പ് തൈരും കൂടി എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് കേട്ടോ ഞാൻ എടുത്തത്. അധികം പുളിയില്ലാത്ത തൈരായിരുന്നു. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് ഉണ്ടാവുന്നത്. ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് മാവ് കിട്ടുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കൂടിയതായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരിക്കലും റവ ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിതിന് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവോള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവോളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ഇതൊന്ന് കുറച്ചൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയും, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. കാരണം നമ്മുടെ ഈ പലഹാരത്തിന് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇത്ര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം മസാലകളൊന്നും ചേർത്തില്ല, കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് തക്കാളി ചെറുതായി നുറുക്കിയതോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കാൻ ശ്രമിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളിതൊട്ടും പൊങ്ങാൻ വെക്കുന്നില്ല. പൊങ്ങാൻ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കണമെന്നില്ല. ഞാനിത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെയുള്ള ഒരു കരണ്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളയപ്പൊക്കെ ചുടുന്ന ആ ചട്ടി ഉണ്ടല്ലോ, അതിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഏതായാലും കുഴിയിലെ പാത്രം തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബൺദോശ ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കട്ടിയിൽ തന്നെ മാവ് വേണം. മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരുന്നു. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത്, കാരണം ഇത് നല്ല കട്ടിയുള്ള പലഹാരമായതുകൊണ്ട് അടി കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടും ഇതേപോലെ തന്നെ മൂടി വെച്ച് വേവിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ വെന്ത് കാണില്ല. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പലഹാരം നന്നായി തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അകത്ത് നല്ല സോഫ്റ്റാണ്. ഇതിന് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റിയാണെന്നുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ രാവിലെ അരിയൊന്നും അരച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അതുമാത്രമല്ല അരിയാഹാരം കഴിക്കാത്തവർക്കും കൂടി ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ആയി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.